അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലമാണ് എന്താ ഫൈൻഡ് ദ എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ഇൻ ദ പോപ്പുലേഷൻ വിത്ത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഫംഗ്ഷൻ എക്സിൻ്റെ വാല്യൂ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ എന്നുള്ളത് 0 to 1 ഇൻ്റർവെൽ ആയതുകൊണ്ട് ഇറ്റ്സ് എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. അപ്പം കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് എന്താ ബൈ ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം ഏതാ മ്യൂ ആർ ഡാഷ് ഈക്വൽ ടു എന്താണ് എം ആർ ഡാഷ്, അതായത് മൊമെൻറ്റ് പോപ്പുലേഷൻ മൊമെൻറ്റും സാമ്പിൾ മൊമെൻറ്റും കൂടിയാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ തീറ്റ എന്നുള്ളത് അൺനോൺ ആയിട്ട് ഈ ഫംഗ്ഷനിൽ എത്രണ്ണേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്കെന്താ ഒരു അൺനോൺ പാരാമീറ്റർ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു, മ്യൂ വൺ ഡാഷ് മാത്രം നമ്മൾ ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യും, മ്യൂ ടു ഡാഷും കൂടി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ഒന്നുള്ളത് കൊണ്ട് മ്യൂ വൺ ഡാഷ് ഇസ് ഈക്വൽ ടു എന്തിനോട് എം വൺ ഡാഷിനോട് ഇക്വേറ്റ് ചെയ്യണം. അപ്പം മ്യൂ വൺ ഡാഷ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. മ്യൂ വൺ ഡാഷ് ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു, മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു ആർ. അപ്പം ആറിൻ്റെ സ്ഥാനത്ത് 1 ആയതുകൊണ്ട് മ്യൂ വൺ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇ ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ ഫോർ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് അല്ലേ, -∞ to ∞. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ മ്യൂ വൺ ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. എക്സിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0 to 1 ആണ് ഇക്വേഷന് തന്നിട്ടുള്ളത്. 0 to 1 ദെൻ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നുള്ളത് തീറ്റ ഇൻറ്റു എക്സ് റേസ് ടു തീറ്റ -1. അപ്പം ഞാൻ പറഞ്ഞു തീറ്റ അൺനോൺ ഇവിടെ ഒന്ന് തീറ്റ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ തീറ്റ എന്താണ് അല്ലാത്ത കേസ് ഇപ്പോൾ നമുക്ക് തീറ്റ എന്തൊക്കെയാവാം, എക്സ് ബാർ ആവാം, അതായത് പാരാമീറ്റേഴ്സ് അല്ല, പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂ ആവാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെ കൂടുതൽ അൺനോൺ വാല്യൂസ് വന്നാൽ നമ്മൾ എന്താ പറയുക മ്യൂ ടു ഡാഷും മ്യൂ ത്രീ ഡാഷും ഒക്കെ നമ്മൾ ഫൈൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നേ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മ്യൂ വൺ ഡാഷ് എടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ നമ്മളെന്താ ഫങ്ഷൻ അപ്ലൈ ചെയ്തു. ദെൻ നമുക്ക് ഫങ്ഷൻ അപ്ലൈ ചെയ്തു. ദെൻ തീറ്റ എന്നുള്ള എക്സ് ഇല്ലാത്ത ടേം വിത്ത് റെസ്പെക്റ്റ് എക്സ് ആയതുകൊണ്ട് എക്സ് ഇല്ലാത്ത ടേം ആകെ തീറ്റ മാത്രമേ ഉള്ളൂ. തീറ്റയെ നമ്മൾ ഔട്ട് സൈഡ് 0 to 1 എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു തീറ്റ -1. ഇതിനെ നമുക്കൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത്, കാരണം എക്സ് റൈസ് ടു എ ഇൻറ്റു എക്സ് റൈസ് ടു ബി എന്നുള്ളത് നമ്മളെങ്ങനെ ഇത് എക്സ് റൈസ് ടു എ പ്ലസ് ബി. അതേപോലെ തന്നെ നമുക്കിവിടെ എന്ത് എഴുതാം, തീറ്റ ഇൻറ്റു 0 to 1 എക്സ് റൈസ് ടു തീറ്റ -1 പ്ലസ് 1, കാരണം ഇവിടെ എക്സ് റൈസ് ടു പവർ 1 ഉണ്ടാവും, അത് പ്ലസ് ചെയ്ത് അതാണ് ഇവിടെ എഴുതിയത്. ദെൻ -1 പ്ലസ് 1 എന്നുള്ള കിട്ടി. ദെൻ ഇത് 0 ആവും. ദെൻ അടുത്ത സ്റ്റെപ്പ് നമുക്ക് തീറ്റേൻ്റെ ഇൻ്റഗ്രൽ 0 to 1 എക്സ് റൈസ് ടു തീറ്റ ഡി എക്സ് കിട്ടും. ദെൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്നുള്ളതിൻ്റെ ജനറൽ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് തീറ്റ ഇൻറ്റു എക്സ് റൈസ് ടു തീറ്റ ഇൻറ്റു ഡി എക്സ് ആയതുകൊണ്ട് വാല്യൂസ് 0 to 1. അപ്പോൾ തീറ്റ ഇൻറ്റു എക്സ് റൈസ് ടു തീറ്റ പ്ലസ് 1, പവറിൽ എന്താ തീറ്റയാണ്, ഇവിടെ പവറിൽ എൻ ആയതുകൊണ്ട് എൻ പ്ലസ് 1. അപ്പോൾ ഇവിടെ തീറ്റ പ്ലസ് 1 ദെൻ വാല്യൂസ് 0 to 1. ഇനി എക്സിലോടത്ത് വാല്യൂസ് കൊടുക്കാം. ഫസ്റ്റ് വാല്യൂ എടുക്കുന്നത് അപ്പർ എന്നാണ്. അപ്പോൾ തീറ്റ ഇൻറ്റു 1 തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ തീറ്റ പ്ലസ് 1, ഇതെന്ത് തന്നെ 1 ബൈ തീറ്റ പ്ലസ് 1. ദെൻ മൈനസ് എന്ത് വരും, എക്സിൻ്റെ സ്ഥാനത്ത് 0 റൈസ് ടു തീറ്റ പ്ലസ് 1 എന്താ 0 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ നമുക്ക് എന്താ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ഇൻറ്റു 1 ബൈ തീറ്റ പ്ലസ് 1 തീറ്റ പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ എന്താ ഫൈൻഡ് ചെയ്തത്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, തീറ്റ ബൈ തീറ്റ പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടി. അതായത് ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് മ്യൂ
വൺ ഡാഷ് ആണ്. ഇനി അത് എന്തിനായിട്ട് ഇക്വേറ്റ് ചെയ്യണം? എന്താണ് M1 ഡാഷ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇതെന്താണ് M1 ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ അല്ലേ. ദാറ്റ് മീൻസ് എന്താ x1 പ്ലസ് x2 എക്സെട്ര xn ഡിവൈഡഡ് ബൈ n. അപ്പോൾ നമുക്ക് M1 ഡാഷ് എന്ന് പറഞ്ഞാൽ μ1 ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ വാല്യൂ തീറ്റ ബൈ തീറ്റ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എന്താ എക്സ് ബാർ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് തീറ്റ കാരണം തീറ്റയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് തീറ്റ മാത്രം എടുത്തിട്ട് തീറ്റ ഈക്വൽ ടു ഈ തീറ്റ പ്ലസ് 1 അപ്പുറത്തേക്ക് പോകുന്നു. തീറ്റ പ്ലസ് 1 ഇൻറ്റു എക്സ് ബാർ എന്നാവുന്നു. ദെൻ എക്സ് ബാറും തീറ്റ ഇത് രണ്ടും നമ്മൾ എന്താ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പം എക്സ് ബാർ ഇൻറ്റു തീറ്റ പ്ലസ് എക്സ് ബാർ എന്താവുന്നു തീറ്റ ഉള്ളതെല്ലാം ഒരു സൈഡിലാക്കുന്നു. അവിടെ ഓൾറെഡി തീറ്റ ഉണ്ട്. തീറ്റ ഇത് എക്സ് ബാർ ഇൻറ്റു തീറ്റ ഈക്വലിൻ്റെ സൈഡിലേക്കുന്നു. മൈനസ് എക്സ് ബാർ ഇൻറ്റു തീറ്റ ഈക്വൽ ടു എക്സ് ബാർ ആവും. ദെൻ തീറ്റ കോമൺ ആയിട്ട് എടുക്കുന്നു. ഇവിടെ തന്നെ പറയാം, തീറ്റ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തീറ്റ ഇൻറ്റു എന്ത് വരും 1 മൈനസ് എക്സ് ബാർ എന്ന് വരും. 1 മൈനസ് എക്സ് ബാർ ഇവിടുന്നും തീറ്റ എടുത്തു, ഇവിടുന്നും തീറ്റ എടുത്തു. ദെൻ ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്? ഈക്വൽ ടു ഇവിടെ എക്സ് ബാർ ഉണ്ട്. ദെൻ തീറ്റ ഈക്വൽ ടു തീറ്റ ആണല്ലോ, എസ്റ്റിമേറ്റർ ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബാർ ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഈക്വലിൻ്റെ സൈഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ബാർ എന്ന് കിട്ടും. അപ്പം ഇതാണ് നമ്മളുടെ എന്ത് മൊമെൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് പാരാമീറ്റർ ഈ തീറ്റേൻ്റെ ഓഫ് തീറ്റ. അതാണ് എന്ത് എക്സ് ബാർ ബൈ 1 മൈനസ് എക്സ് ബാർ എന്നുള്ളത്.